ഹലോ. അപ്പോൾ തുണി വെട്ടുന്നവരുടെ ഏറ്റവും വലിയ തലവേദനയായിരിക്കും കത്രികയ്ക്ക് മൂർച്ചയില്ലാത്തതല്ലേ. എന്നാൽ പിന്നെ പരിഹാരങ്ങൾ മാറ്റിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ആദ്യം ഒന്ന് മുറിച്ച് നോക്കാം. എൻ്റെ കയ്യിലുള്ള കത്രിക നമുക്കൊന്ന് മുറിച്ച് നോക്കാം എത്രത്തോളം മുറിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഷാളാണ് കേട്ടോ, തീരെ കനം കുറഞ്ഞ ഷാളാണ്. മുറിച്ചിട്ട് ഇത് ഒട്ടും മുറിച്ചില്ല കേട്ടോ. അതിനായിട്ട് നമുക്ക് പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സൂചി മേടിക്കാൻ പൈസ അല്ലെങ്കിൽ അത് വേഗം പോയി മേടിച്ചിട്ട് വരിക. അപ്പോൾ നമ്മൾ സാധാ തയ്ക്കുന്ന സൂചിയാണ് കേട്ടോ. നമ്മൾ കൈത്തയ്യൽ തയ്ക്കുന്ന സൂചിയില്ല, ആ സൂചിയും വെച്ച് നമ്മൾ ടൈറ്റിൽ പിടിക്കാം കത്രിക. നല്ലപോലെ അടച്ച് പിടിച്ചിട്ട് ആ സൂചിയും വെച്ച് നല്ല ബലത്തിലൊന്ന് തന്നെ തുറപ്പിച്ചെടുക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല, നിങ്ങൾ കണ്ട് നോക്കുക കേട്ടോ. നമ്മൾ അതുപോലെ നല്ല ബലത്തിൽ ആ കത്രിക പിടിച്ച് കഴിഞ്ഞിട്ട് ആ സൂചിയും വെച്ച് വേണം അത് ഓപ്പൺ ആക്കാൻ കേട്ടോ. അപ്പോൾ അത്രയും ഫോഴ്സിൽ വേണം അത് വെച്ച് തുറക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 6-7 തവണ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണേ. അതുപോലെ ടൈറ്റിലായിട്ടോ ഞാൻ ആക്കുന്നത്. എൻ്റെ കൈയെല്ലാം വെള്ളമൊക്കെ ചുമന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം ആക്കുന്നുണ്ട്. നല്ല അത്രയ്ക്ക് മുറിച്ചില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക. നമ്മൾ ആ ഇത് തുറക്കുന്നത് നമ്മുടെ കൈ സൂചി അതിൻ്റെ ഉള്ളിലോട്ട് വലിച്ച് കയറ്റുന്നതിൻ്റെ ആ ഫോഴ്സിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നേരെ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് തുണിയൊന്നൊന്ന് മുറിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ആദ്യം മുറിച്ചത് അപ്പുറത്തുണ്ട്. അപ്പോൾ അത് ഇതും കൂടെ ഒന്ന് നോക്കും പറയാം എത്രത്തോളം മുറിച്ചുണ്ടെന്നേ. ഇത്ര സിമ്പിളായിട്ട് പൈസ മുടക്കില്ലാതെ സുഖമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയിട്ട് 1-2 ആഴ്ചത്തോളം നമുക്കിത് അത്യാവശ്യം മുറിച്ച് വെക്കും. പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ പിന്നെ കാണാം. ബൈ ടാറ്റാ.